സുബ്ഹാനഹു വ തആല ഞങ്ങളെ സർവ്വ സൽക്കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു, ഒരു കിടാവ് ആർക്ക് ജനിക്കണ് ഒരു മക്ക, ആ കിടാവിന്റെ ഡ്രസ്സും ആ കിടാവ് ആവശ്യമുള്ള റിസ്ക് ചോറും ആ കിടാവ് ആവശ്യമുള്ള വസ്തുക്കെല്ലാം ന്യായമായിട്ട് അവന് മേല് കൊടുക്കൽ കടമയായിട്ട് ആ കിടാവിടെ മാതാപിതാക്കൾ. അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സ് കൊടുക്കലും അതിന് ആവശ്യമുള്ള ചോറ് കൊടുക്കൽ ഞങ്ങളുടെ കടമയായിട്ട്. നബി ഹുറൈറത റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم തങ്ങൾ ചൊല്ലുന്നു, വരാൻ ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ഒരു ദീനാറും പൈസ ചെലവാക്കണം. വദീനാറുൻ അൻഫഖതഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖത ബിഹി അലാ മിസ്കീൻ, ഒരു ദീനാർ മിസ്കീന്മാർക്ക് മേലായിട്ട്, അഗതികൾക്ക് മേലായിട്ട്, പാവത്തങ്ങൾക്ക് മേലായിട്ട്, അല്ലെങ്കിൽ അടിമയുടെ മോചിക്ക് മേലായിട്ട് ചെലവാക്കണം. വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക, ഒരു ദീനാർ തന്റെ കുടുംബത്തെ ആൾമാർക്ക് മേലായിട്ട്, പെഞ്ഞെ മക്കൾക്ക് മേലായിട്ട്, വാപ്പുമ്മക്ക് മേലായിട്ട്, ഇളമുത്തർക്ക് മേലായിട്ട്, സ്വന്തം മക്കൾക്ക് മേലായിട്ട് ചെലവാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത് അഅലമുഹാ അജ്റൻ, അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രതിഫലം ഏതൊക്കെ കിട്ടോ, ആർക്ക് ചെലവാക്കിയതിനാല് ചമ്മ പ്രതിഫലം കൂലി കിട്ടോ ഉറപ്പെടുപെട്ട അല്ലദീ ഔഫഖതഹു അലാ അഹ്ലിക, നീന് അമ്മയുടെ മാർഗത്തിൽ ചെലവഴിച്ചതിനാണ്, കുടുംബത്തങ്ങൾക്ക് ചെലവഴിച്ചതിനാണ്, അയൽവാസികൾക്ക് അല്ലെങ്കിൽ നിന്റെ മിസ്കീന്മാർക്ക്, പാവത്തങ്ങൾക്ക്, ഏതോ രാജ്യത്തുള്ള രോഗികൾക്ക്, ഏതോ രാജ്യത്തുള്ള മിസ്കീന്മാർക്ക്, അഗതികൾക്ക് കൊടുക്കുന്നതിനാണ്. നിന്റെ സ്വന്തം പെഞ്ഞായി മക്കൾക്ക് നീ ചെലവഴിക്കുന്ന പൈസ ഉണ്ടല്ലേ, അതായിട്ട് ഏറ്റവും വലിയ പ്രതിഫല. നിന്റെ ബാപ്പുമ്മക്ക്, നിന്റെ സ്വന്തം മക്കൾക്ക്, നിന്റെ ഭാര്യ, നിന്റെ പെഞ്ഞായിക്ക് ചെലവാക്കുന്ന പൈസ ഉണ്ടല്ലേ, അതായിട്ട് വലിയ പ്രതിഫലം നിനക്ക് കിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോ ചില ആൾമാരിക്കിടാൻ സ്വന്തം ഔത്തർ ഇപ്പത്തെ ഔത്തർ തന്നെ ഇറവണിക്കിട, അല്ലെങ്കിൽ മൂത്തോടിക്കിട, സ്വന്തം പെങ്ങയിക്കിടാറ്, അല്ലെങ്കിൽ അപ്പുമ്മയിക്കിടാറ്, എങ്ങനെക്കിടാറ് ഭയങ്കര കടത്തിൽ ബുദ്ധിമുട്ടിട്ട് ബേജാറിലിക്കിടാറ്, തിന്നറും ചോറും സമയത്ത് കത്തിയിക്കില്ല, ഭയങ്കര കടത്തിൽ ഒഴുകിട്ടിക്കിടാറ്, അല്ലെങ്കിൽ ഡ്യൂട്ടിയിലിക്കില്ല. പക്ഷേ അതെല്ലാം കണ്ടോട്ടിക്കിട, ഒരു ഇറവണിക്കിട, അല്ലെങ്കിൽ മൂത്തോടിക്കിട, അല്ലെങ്കിൽ സ്വന്തം പെങ്ങന്മാരിക്കിടാറ് കണ്ടോട്ടു. പക്ഷേ അവന് 100 രൂപ പൈസ കൊടുത്തിട്ട് സഹായക്കില്ല. വേറെ ഏതോ രാജ്യത്തിൽ പോയിട്ട് കൊണ്ടുവരും ഭയങ്കര അള്ളാഹു കൊടുത്തതിന് വേറെ ആൾമാർക്ക്, മിസ്കീന്മാർക്ക്, അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ബാക്കി ആൾമാർക്കെല്ലാം ഭയങ്കര കൈകൊണ്ടത്. വാട്സാപ്പിൽ പറഞ്ഞതും ഫോട്ടോ ഇടണതും അങ്ങനെ ഭയങ്കര കൊടുക്കണം, ഭയങ്കര ഉത്സാഹം. അത്രയെല്ലാം പോയിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ വലിയ ആൾമാർക്കെല്ലാം കൊടുക്കുന്നതിനായിട്ടുള്ള കൊടുക്കണം എല്ലാവർക്കും. അതിനും നല്ല കൂലിക്ക് ആര് കൊടുത്തേക്ക് കിട്ടണോ, നിന്റെ സ്വന്തം തങ്ങൾക്ക്, നിന്റെ ഔത്തരാൾമാർക്ക്, നിന്റെ പെഞ്ഞെ മക്കൾക്ക്, അതേപോലെ നിന്റെ വാപ്പുമ്മ, അങ്ങനെ കഷ്ടം നീ ഫസ്റ്റ് പരിഹരിക്കണോ. അതിൽ പിന്നെ പത്രങ്ങളത്. അപ്പൊ ആ പത്രങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാണ് യാറെ കൂലി അല്ലാഹു നിന്റെ ഔത്തറില്ലേ, നിന്റെ പെഞ്ഞായികളും, നിന്റെ മക്കളും, നിന്റെ വാപ്പുമ്മകളും, നിന്റെ ഇറങ്ങൂത്തങ്ങൾ, നിന്റെ പെങ്ങന്മാരിക്കിടാറുണ്ട്, അതൊക്കെ കൊടുത്തതായിട്ട് കുറിച്ച് വലിയ പ്രതിഫലം ഉണ്ടാവുന്നുണ്ടോ. ഹദീസിലൊക്കെ കണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിന് മൊത്തല്ല വഇൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹി, നീ ഏതോ സാമാന ചെലവഴിച്ചേക്കും എന്തിനെ ഉദ്ദേശിച്ചിട്ട്, അല്ലാഹുവിന്റെ കൂലി, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട്, വജ്ഹ് ആഗ്രഹിച്ചിട്ട് നീ എന്തിനെ ചെലവാക്കിയെങ്കും ഇല്ലാ ഉജിർത ബിഹാ, അതൊക്കെ അല്ലാഹു തആല നിനക്ക് പ്രതിഫലം തന്ന. ഇതിനെ കൊണ്ടുന്ന ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, നീ എന്ത് ചെലവാക്കിയെങ്കും അത് നിന്റെ പെഞ്ഞായിക്കും സമാ, അല്ലാഹു തആല നിനക്ക് അതിന്റെ പ്രതിഫലം തന്ന. ഇന്ന ഹദീസ് നബി മസ്ഊദിൽ ബദരീ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ട് ഇതിനെ കൊണ്ടുന്ന അതിന്റെ
النبي صلى الله عليه وسلم قال ചൊല്ലുന്നു إذا أنفق الرجل ഒരാൾ ഒരു ദീനാർ പൈസ ചെലവാക്കിയിട്ട് കണ്ടേക്ക് على أهله نفقة يحتسبها فهي له صدقة നിന്റെ പെഞ്ഞായി മക്കൾക്ക് നിന്റെ സ്വന്തം ഇളമക്കൾക്ക് അല്ലെങ്കിൽ നിന്റെ ബാപ്പുമ്മക്ക് നിന്റെ ഭാര്യക്ക് നീ എന്തെങ്കിലും പൈസ ഒരു ദീനാർ ചെലവഴിച്ചെങ്കിൽ അല്ലാഹു തആല നിനക്ക് തന്റെ പ്രതിഫലം ഉണ്ടല്ലേ നഫഖത്തൻ യഹ്തസിബുഹാ നീ ആ ചെലവഴിച്ചതിനെ കുറിച്ച് എത്ര കാര്യങ്ങൾ ഓർത്തുണ്ട് മുത്തനബിസല്ലോ നിന്റെ ഔത്രാകെ നീ എന്ത് ചെലവാക്കിയെന്നും അതിനെ കുറിച്ച് നീ എത്ര കാര്യങ്ങളോ ഫഹിയ ലഹു സദഖത്തുൻ അത് നീ ഒരു ദാനാക്കി ആയിട്ടിക്കട് നീ ഒരു സദഖ കൊടുത്തായിട്ടിക്കട് നീ ഒരു ദാനാക്കി പ്രതിഫലിക്കാൻ അല്ലാഹു തന്നിട്ടുള്ള പിന്നെ മക്കളെ ഫ്രൂട്ട്സ് എടുത്തേ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ അകത്തുള്ള ഒരു സാമാൻ എടുത്തപ്പോൾ കൊടുക്കുമ്പോ ഫഹിയ ലഹു സദഖത്തുൻ അത് നീ ഒരു സദഖ കൊടുത്ത പോലെ ഒരു ദാനാക്കിയ പോലെ ഒരു ഹദിയ കൊടുത്ത പോലെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണുക സാധ്യമാവുന്നു അല്ലാഹു തആല ഞങ്ങൾ ഇത്തരത്തോടെ ഞങ്ങളുടെ ബാപ്പ മകൻ ഞങ്ങളുടെ ഇളമക്കൾ ഞങ്ങളുടെ പെഞ്ഞെ മക്കൾക്ക് ചെലവാക്കിയതല്ല ഫഹിയ ലഹു സദഖത്തുൽ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ മരിച്ചതിന് പ്രതിഫല ഞങ്ങൾക്ക് കാണുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുവേ ഇതുപോലുള്ള നല്ല നല്ല സൽക്കർമ്മമാക്കവും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്നതും കേട്ടതും നീ സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കണം റബ്ബേ ഇതുപോലുള്ള ഹൈറായ ഹദീസുകൾ കേൾക്കുക ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ് പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി എല്ലാ തപ്പുകളും ഞങ്ങൾക്ക് നീ മാഫാക്കണം അല്ലാഹ് ഞങ്ങളുടെ പെഞ്ഞെ മക്ക ഏറങ്ങോട്ടൊക്കെ ഞങ്ങളുടെ പെഞ്ഞെ മക്ക അതേപോലെ ഞങ്ങളുടെ ബാപ്പുമ്മമാരെല്ലാവരും നീ പുറത്തു കൊടുക്കണം അല്ലാഹ് ഞങ്ങളെല്ലാവരും ജീവിതത്തിലാകെ സർവ്വ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെല്ലാവരുടെ ദുആക്ക് നീ ഉത്തരം നൽകണം അല്ലാഹ് ഞങ്ങളുടെ ഉമ്മ പേരട്ടയുമ്പോഴും ഞങ്ങളുടെ ഹൃദയം എത്ര ശുദ്ധിയായിട്ട് തരട്ടെ അല്ലാഹുവേ ഇന്നത്തെ നാല് കരുത്തെ കല്ലായിടും അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയം നന്നാക്കിയിട്ട് തഖ്വ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ് ഈമാനോട് കൂടി മരിക്കുന്ന തൗഫീഖ് നൽകണേ അല്ലാഹ് എല്ലാ ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണം അല്ലാഹ് ഫിത്നക്കാരുടെ ഫിത്നയെ കാക്കണം അല്ലാഹ് എല്ലാ സിഹറന്മാരെ സിഹറിനെ ബാത്തിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ സിഹർ ചെയ്തവരെ നീ നന്നാക്കണം അല്ലാഹ് ശൈത്താന്റെ ഉപദ്രവത്തെ തൊട്ട് കാക്കണം അല്ലാഹ് അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണം അല്ലാഹ് അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ബദറുൽ കമാലായ ആ ഒരു ചരിത്രത്തെ മുഖത്തെ കണ്ട് സ്വർഗത്തെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്നു നമുക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ് ഒരു കടവും ഹക്കും ബാക്കിയില്ലാത്ത ഈ ദുനിയാവിനെ വിട പറയുമ്പോൾ നീ തൗഫീഖ് നൽകണം അല്ലാഹ് ഞങ്ങളെല്ലാവരെയും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു